പി.സി. ജോർജിന്റെ മകനും ബി.ജെ.പി. നേതാവുമായ ഷോൺ ജോർജ്. ഷോൺ ജോർജാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു വാർത്താ സമ്മേളനമുണ്ട്. ഉച്ചയ്ക്ക് 11:30 വാർത്താ മാധ്യമങ്ങളെ കാണുന്നു എന്നത് തന്നെ വലിയ വാർത്തയാക്കി മാറ്റിയിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ. നമ്മൾ ഓർക്കുന്നുണ്ടാകും, നേരത്തെ ഇതേപോലെ സ്വപ്ന സുരേഷ് ഒരു വാർത്താ സമ്മേളനം നടത്തിയ സംഭവം. സ്വപ്ന സുരേഷ് വാർത്താ സമ്മേളനം നടത്തുന്നു, പാലക്കാട് വെച്ചാണ്, IRDSന്റെ ഓഫീസിൽ വെച്ചാണ് വാർത്താ സമ്മേളനം. വാർത്താ സമ്മേളനം നടക്കുന്നതിന് മുമ്പ് നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്ത ഒരു ലൈവുണ്ട്. സ്വപ്ന സുരേഷ് വരുന്ന വഴി ഇതാണ്, ഇരിക്കുന്ന സ്ഥലം ഇതാണ്, ഇവിടെ നിന്ന് ഇതിങ്ങനെ നോക്കിയിട്ടാണ് മാധ്യമങ്ങളോട് സംസാരിക്കുക, പൊട്ടിത്തെറിക്കും, സർക്കാർ തന്നെ താഴെ വീഴും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ 5, 6, 7, 8 മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ ഒന്നിച്ച് നിന്ന് ലൈവ് കൊടുക്കുന്ന ഒരു ദൃശ്യം പിന്നീട് അത് ട്രോളായി മാറുകയും ചെയ്തിരുന്നു. അന്നാണ് സ്വപ്ന സുരേഷ് വരുന്ന വഴി, ഇരിക്കുന്ന സീറ്റിൻ്റെ ഉയരം എന്നിവയെക്കുറിച്ചൊക്കെ സവിസ്തരം നമ്മുടെ മാധ്യമങ്ങൾ വിശദീകരിച്ചത്. അതിനുശേഷമാണ് ഷോൺ ജോർജിന്റെ വാർത്താ സമ്മേളനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തത് ചിലപ്പോൾ ഷോൺ ജോർജിന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളായിരിക്കും. 11:30 ഷോൺ ജോർജ് മാധ്യമങ്ങളെ കാണുന്നു എന്നത് ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. എന്തായിരുന്നു വിഷയം എന്നല്ലേ? ഹൈക്കോടതിയിൽ ഒരു ഉപഹർജി നൽകുന്നു. ആർക്കെതിരെ? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ. എന്താണ് കാര്യം? വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് ദുബായിൽ, അബുദാബിയിൽ, UAE-യിൽ കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപ അല്ല, കോടിക്കണക്കിന് രൂപ വന്നിട്ടുണ്ട്. ആരാണ് പണം ഇട്ടിരിക്കുന്നത്? SNC ലാവിനും PwC എന്ന കൺസൾട്ടിംഗ് കമ്പനി. ഇതാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ്. ഇന്ന് ആ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ എല്ലാ വിവരങ്ങളും പുറത്തു വരും. അതോടൊപ്പം തന്നെ ഈ അക്കൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി തീരുമാനിക്കും. ആ ഉപഹർജിയിൽ കൃത്യമായ തെളിവുകൾ നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഷോൺ ജോർജ് പറഞ്ഞത്. അതോടൊപ്പം കുറെ പഴയ കഥകൾ പറഞ്ഞിട്ടുണ്ട്. സ്വപ്ന സുരേഷിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഞാൻ മോദിയുടെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ. അവസാനം ഉപഹർജി കോടതി പരിഗണിച്ചോ? ഇന്നാണ് കോടതിക്ക് മുന്നിൽ ഹർജി വരുന്നത്. ഇതിനോടൊപ്പം നേരത്തെ ഷോൺ ജോർജ് കൊടുത്ത ഒരു ഹർജിയുണ്ട്. അത് ഈ ഇടപാടിനെ കുറിച്ച്, മാസപ്പടി എന്ന പേരിൽ മലയാള മനോരമ കൊണ്ടുവന്ന ഇടപാടിനെ കുറിച്ച് അന്വേഷണം നടത്തണം, SFIO അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയാണ്. അതാണ് പ്രധാന ഹർജി. ആ ഹർജിക്ക് ഉപഹർജിയായിട്ടാണ് ഇന്ന് മറ്റൊരു ഹർജി കൂടി നൽകിയത്. ആ ഹർജി വിദേശത്തുള്ള, എന്ന് വെച്ചാൽ അബുദാബിയിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ള അക്കൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കണം എന്നായിരുന്നു ആവശ്യം. ഉപഹർജി അവിടെ നിൽക്കട്ടെ, പ്രധാന ഹർജി തീർപ്പാക്കി. പ്രധാന ഹർജി തീർപ്പാക്കാൻ കാരണം ഇതിനകം തന്നെ SFIO അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രധാന ഹർജി തീർപ്പാക്കിയത്. പ്രധാന ഹർജി തീർപ്പാക്കാൻ കാരണം ഇപ്പോൾ തന്നെ SFIO അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് തീർപ്പാക്കും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യവും തന്നെയാണ്. എന്നാൽ ഉപഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഷോൺ ജോർജിന് അഭിഭാഷകനുണ്ട് കോടതിയിൽ. കോടതി ഉപഹർജിയെക്കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? വക്കീലിൻ്റെ, ആരുടെ? ഷോൺ ജോർജിന്റെ അഭിഭാഷകന്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു ഉപഹർജി നൽകിയിട്ടുണ്ട്, അത് കോടതി പരിഗണിക്കണം എന്ന് ഒരക്ഷരം പറഞ്ഞിട്ടില്ല ഷോൺ ജോർജിന്റെ അഭിഭാഷകൻ. എന്ന് വെച്ചാൽ കോടതിയിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തത്. പുറത്തു നിന്ന് ബഹളമുണ്ടാക്കുക, വാർത്താ സമ്മേളനം നടത്തുക, ഹർജി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുക. കോടതിയെ പോലും രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന രീതിയാണ് നാം കണ്ടത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊന്നും അതേക്കുറിച്ച് ഒരക്ഷരം പറയില്ല. ആ കൊടുത്ത ഉപഹർജിയിൽ കൃത്യമായ തെളിവുണ്ടെങ്കിൽ ആ ഉപഹർജി കൊടുത്തിട്ടുണ്ട് എന്ന് ഷോൺ ജോർജിന്റെ അഭിഭാഷകൻ എന്തുകൊണ്ടാണ് കോടതിയോട് ശ്രദ്ധയിൽപ്പെടുത്താതിരുന്നത്? എന്തുകൊണ്ടാണ് കോടതിയോട് ഇക്കാര്യം പറയാതിരുന്നത്? കോടതി ഇതേക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞതുമില്ല. എന്തുകൊണ്ടാണ് കോടതി ഇതേക്കുറിച്ച് ഒരക്ഷരം പറയാതിരുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ പറയാതിരുന്നാൽ അത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഷോൺ ജോർജിന്റെ അഭിഭാഷകന്റെ ഉത്തരവാദിത്തമാണ്. കോടതി എന്തുകൊണ്ടായിരിക്കും അതേക്കുറിച്ച് പറയാതിരുന്നത്? കാരണം അത് ഉപഹർജിയാണ്. പ്രധാന ഹർജിയും ഉപഹർജിയും ഒന്നിച്ചാണ് പരിഗണിക്കുക. പ്രധാന ഹർജി തീർപ്പാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി, സ്വാഭാവികമായും ഉപഹർജിയും തീർപ്പാക്കും. അങ്ങനെ അല്ലാതിരിക്കണമെങ്കിൽ അതേക്കുറിച്ച് പ്രത്യേക ഇടപെടൽ നടത്തണം ഷോൺ ജോർജിന്റെ അഭിഭാഷകൻ മിണ്ടിയില്ല. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ല എന്ന്, ഇത് വെറും കെട്ടിച്ചമച്ച പൊള്ളയായ ആരോപണമാണ് എന്ന് ബോധ്യപ്പെട്ടിരുന്നു ഷോൺ ജോർജിന്റെ അഭിഭാഷകനും. അതേക്കുറിച്ച് അന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടാലോ? അന്വേഷിച്ചാൽ മനസ്സിലാകും ഇത്തരം ഒരു കമ്പനി അവിടെ ഇല്ല എന്ന്. അത് ആർക്ക് തിരിച്ചടിയാണ്? ഷോൺ ജോർജിന് തന്നെ തിരിച്ചടിയാണ്.
കോടതി തന്നെ കണ്ടെത്തുകയാണ്. നേരത്തെ ഇതേപോലെ കമല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാവരും വാർത്തകൾ കൊടുത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു SNC ലാവലിൻ കേസിൽ. അവസാനം CBI തന്നെ ഇതേക്കുറിച്ച് അന്വേഷിച്ചു കോടതിയുടെ നിർദ്ദേശപ്രകാരം. CBI അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അത്തരമൊരു ഹോട്ടൽ സിംഗപ്പൂരിൽ എവിടെയും ഇല്ല എന്ന്, കമല ഇന്റർനാഷണൽ എന്ന പേരിൽ ഹോട്ടലേ ഇല്ല എന്ന്. പക്ഷെ കേരളത്തിൽ എത്രയോ മാധ്യമങ്ങളിൽ അത് സംബന്ധിച്ച് വാർത്തകൾ വന്നിരുന്നു. സിംഗപ്പൂരിൽ എവിടെയാണ്, എത്ര സ്റ്റാറാണ്, എന്തൊക്കെ സൗകര്യങ്ങളാണ് അവിടെ ഉള്ളത് എന്നൊക്കെ വിവരിച്ചു കൊണ്ടുള്ള വാർത്തകൾ വന്നിരുന്നു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ. പിന്നീടാണ് CBI തന്നെ പറഞ്ഞത് കോടതിയിൽ അത്തരമൊരു ഹോട്ടൽ നിലവിലില്ല എന്ന്. അതുപോലെ തന്നെ ഇത്തരമൊരു അക്കൗണ്ട് ഇല്ല എന്ന് കോടതി തന്നെ പറയുമായിരുന്നു, അല്ലെ കോടതിയിൽ അന്വേഷണ ഏജൻസികൾക്ക് പറയേണ്ടി വരുമായിരുന്നു. ഇതേക്കുറിച്ച് ഒരു പരാമർശം അവിടെ നടത്തിയിരുന്നെങ്കിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം ഷോൺ ജോർജിന്റെ അഭിഭാഷകൻ ചോദിച്ചിരുന്നുവെങ്കിൽ. അതുകൊണ്ട് ഇത്തരമൊരു ഹർജിയുടെ കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ ഒളിച്ചോടുകയാണ് ചെയ്തത് ഷോൺ ജോർജ്. സത്യത്തിൽ കോടതിക്കകത്ത് ഷോൺ ജോർജിനേറ്റ തിരിച്ചടിയാണിത്. ആരോ പറയുന്നത് കേട്ട് എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക്, അത് കേട്ട ഉടനെ ഒന്നാം പേജിൽ വാർത്ത നിരത്തുന്ന നമ്മുടെ മാധ്യമങ്ങൾ, ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്ന നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ, അതേക്കുറിച്ച് അന്തിച്ചർച്ച നടത്തുന്ന നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ, ഇതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. ഇപ്പോൾ ഒന്നുകൂടി മനസ്സിലായി ഏതാണ് മാസപ്പടി കേസ് എങ്ങനെയാണോ ആവിയായി പോയത്, അതേപോലെ തന്നെ ഈ കേസും എന്ന് വെച്ചാൽ കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഈ കേസും വരും ദിവസങ്ങളിൽ ആവിയായി പോകും എന്ന കാര്യം സംശയമേ ഇല്ല. പക്ഷേ എന്താണ് ആവശ്യം? ഷോൺ ജോർജ് പറയുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയാത്തത്? എന്തുകൊണ്ടാണ് വീണ വിജയൻ മറുപടി പറയാത്തത്? അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് പറയുന്നു അത്തരമൊരു കമ്പനി ഉണ്ടോ, ആ കമ്പനിയിലേക്ക് പണം വന്നിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം. ആരുടെ ആവശ്യമാണ്? BJP നേതാവിൻ്റെ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഏറ്റുപിടിക്കുന്നു. ഇത്തരമൊരു കമ്പനി ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വാർത്ത വന്നതാണ്, അത് വിവരങ്ങളെല്ലാം പുറത്തു വന്നതാണ്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ആ വാർത്ത കാണില്ല. അത് മറ്റൊരു വിഷയം. ആ കമ്പനിയും ഈ കമ്പനിയും എന്ന് വെച്ചാൽ വീണ വിജയന്റെ എക്സോലോജിക്ക സൊല്യൂഷനും ഇപ്പോൾ വിവാദമായിരിക്കുന്ന എക്സാലോജിക്ക കൺസൾട്ടിംഗ് കമ്പനിയും രണ്ടും രണ്ടാണ്, രണ്ടു പേരുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിൽ ഒരു വരി വാർത്ത പോലും വരില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഷോൺ ജോർജിന്റെ ഹർജി, കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജി ഒന്ന് പരിഗണിക്കുക പോലും ചെയ്യാതെ കോടതി അത് അവഗണിച്ചപ്പോൾ തീർപ്പാക്കി എന്ന് പറഞ്ഞ് വാർത്ത നൽകാതെ കോടതിയിൽ എന്തുകൊണ്ടാണ് ഷോൺ ജോർജിന്റെ അഭിഭാഷകൻ ഒന്നും മിണ്ടാതിരുന്നത് എന്ന ചോദ്യം ഒരു മാധ്യമവും ചോദിക്കാതെ ഈ ഹർജികൾ തീർപ്പാക്കി എന്ന് മാത്രം വാർത്ത കൊടുത്ത് ഒളിച്ചോടുന്ന മാധ്യമങ്ങൾ, ആ ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. കാരണം മാധ്യമങ്ങൾക്ക് വേണ്ടത് പിണറായി വിജയനെ കല്ലെറിയുക എന്നതാണ്, അതിന് വേണ്ടുന്ന ആയുധങ്ങൾ കൊടുക്കുക എന്നതാണ് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം. അങ്ങനെ മാധ്യമങ്ങൾ തരംതാണു പോയിരിക്കുന്നു എന്നതാണ് വസ്തുത. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നത്തെ കോടതിയിൽ നടന്ന സംഭവങ്ങൾ.